കൊച്ചിയിലെ അൽ റഹീം ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം ഷിഗല്ല ബാക്ടീരിയ എന്ന് കണ്ടെത്തൽ. 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കൊച്ചി അൽ റഹീം ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. നിഷാദ് ദിലീപാണ് വിശദാംശങ്ങൾ നൽകുക. നിഷാദ്, വലിയ വിഷയമായി മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി പോലെയുള്ള അറേബ്യൻ ഭക്ഷണങ്ങൾ കഴിച്ച് നിരവധി ആളുകൾ ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ഷിഗല്ല ബാക്ടീരിയയാണ് ഇതിന് കാരണമെന്ന സ്ഥിരീകരണത്തിലേക്ക് ഈ ഘട്ടത്തിലെത്തുകയാണോ? ഗൗതം, കഴിഞ്ഞ ബുധനാഴ്ച മുതലുള്ള 2 ദിവസങ്ങളിൽ ഈ അൽ റഹീം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത്. ഈ അൽ റഹീം ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ 10ഉം 11ഉം തീയതികളിൽ കുഴിമന്തി കഴിച്ച ആളുകളാണ് പിന്നീട് ഓരോ രോഗലക്ഷണങ്ങളാൽ ചികിത്സ തേടിയത്. പല ആളുകൾക്കും വയറിന് അസ്വസ്ഥതകളും ഛർദിയും ഒക്കെ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തേടിയത്. കൊച്ചിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിലാണ് ഇവർ ചികിത്സ തേടിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലും ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലുമൊക്കെ ചികിത്സ തേടി. ഈ 50ഓളം പേർക്കാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഈ അൽ റഹീം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവരിൽ നടത്തിയ പരിശോധനയിൽ ഇവരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇവരിൽ 3 പേർക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്നും കുഴിമന്തിയോടൊപ്പം കഴിച്ച മയോണൈസിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും മെഡിക്കൽ ഓഫീസറും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഈ അൽ റഹീം ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കൊച്ചി കലൂർ കടവന്ത്ര റോഡിലുള്ള അൽ റഹീം ഹോട്ടലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. അൽ റഹീം ഹോട്ടലിന് പല ശാഖകൾ എറണാകുളം ജില്ലയിൽ പല സ്ഥലത്തും നഗരത്തിൽ തന്നെ പലയിടത്തും ഉണ്ട്. എന്തായാലും ഈ ഒരിടത്ത് മാത്രമാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്ത് പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് ഈ അൽ റഹീം ഹോട്ടലിൻ്റെ വിവിധ ശാഖകളിൽ കൊണ്ടുപോകുന്നത്. എങ്കിലും ഈ ആരോഗ്യവകുപ്പ് ഈ ഒരു ഹോട്ടൽ മാത്രമാണ് നിലവിൽ അടച്ചുപൂട്ടിയിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്, ഈ ഹോട്ടലിൽ കുഴിമന്തിക്കൊപ്പം വിതരണം ചെയ്ത മയോണൈസിൽ നിന്നാണ് ഇത്തരത്തിലൊരു രോഗബാധയുണ്ടായത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രോഗബാധ ഉണ്ടായ ഈ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ ആളുകളിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓക്കെ, കൊച്ചിയിൽ അൽ റഹീം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷിഗല്ല ബാക്ടീരിയയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹോട്ടലിൽ നിന്നും കുഴിമന്തിയും മറ്റും കഴിച്ച ആളുകൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇപ്പോൾ ഷിഗല്ല ബാക്ടീരിയയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നിഷാദ് ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.